മധു, ഗ്യാരണ്ടി യുദ്ധമാണോ? വലിയ മാറ്റങ്ങൾക്ക് വോട്ട് ചെയ്ത ചരിത്രമുള്ളവരാണ് കേരളത്തിലുള്ളവർ. ഇത്തവണ അത് മാറ്റങ്ങൾക്കാണോ അതോ വിവാദങ്ങൾക്കാണോ, വിവാദ വിഷയങ്ങൾക്കാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും തിരഞ്ഞെടുപ്പ് ക്യാപ്ഷനുകൾക്ക് വേണ്ടിയിട്ടാണോ, PR-ന് വേണ്ടിയാണോ, നമ്മൾ നിരന്തരമായി ചർച്ച ചെയ്തുകൊണ്ട് വന്നേയിരിക്കുകയാണ്. ഏതൊക്കെ വിഷയങ്ങളിലാണ് കേരളം ഇത്തവണ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെ കൗതുകമുള്ളൊരു കാര്യമാണ്. ഞാൻ വിചാരിക്കുന്നത് ക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെട്ടോ വികസനവുമായി ബന്ധപ്പെട്ടോ ഒക്കെ വലിയ ചർച്ചകൾ കേരളത്തിൽ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു എന്നത് പ്രധാനമാണ്. നമുക്ക് ഓർമ്മയുണ്ടാകുമല്ലോ, തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്ന ഒരു മിനി ബജറ്റ് എന്ന നിലയ്ക്ക് തന്നെ അപ്രതീക്ഷിതമായിരുന്നു. അന്ന് പോയ മാധ്യമപ്രവർത്തകർ ആരും ആ നിലയ്ക്കുള്ള പ്രഖ്യാപനങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്രതീക്ഷിതമായ ഒരു മിനി ബജറ്റ് തന്നെ മുന്നോട്ട് വെക്കുന്നു. പ്രതിപക്ഷം അതിനെ നേരിട്ടത് ഇനിയിപ്പോൾ KN ബാലഗോപാൽ ബജറ്റ് അവതരിപ്പിക്കേണ്ടതില്ലല്ലോ എന്ന നിലയ്ക്കായിരുന്നു. വലിയ പദ്ധതികളുടെ പ്രഖ്യാപനം ഉണ്ടായിരുന്നു. പക്ഷേ സ്വാഭാവികമാണ്, തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. സർക്കാരിന് വേണമെങ്കിൽ ആശയപരമായി ചില കാര്യങ്ങൾ മുന്നോട്ട് വെക്കാം, നടപ്പിലാക്കാം. നയപരമായ തീരുമാനമാണ്, ക്യാബിനറ്റ് എടുക്കുന്ന തീരുമാനമാണ്. സ്വാഭാവികമായും അതിനുള്ള ഗ്രൗണ്ട് ഉണ്ട് എന്നയിടത്ത് മാത്രമല്ല, പക്ഷേ അത് വളരെ ഈ പറയുന്നത് പോലെ സർവ്വതല സ്പർശിയായ പ്രഖ്യാപനങ്ങളാണ് ഉണ്ടായത്. സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങളുണ്ടായി. ക്ഷേമ പെൻഷൻ ഒറ്റയടിക്ക് 400 രൂപ കൂട്ടി 2000 രൂപയാക്കി മാറ്റുന്ന സാഹചര്യമുണ്ടായി. 35 മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് 1000 രൂപ പ്രഖ്യാപിക്കപ്പെട്ടു. ഏതാണ്ട് 33 ലക്ഷം ആളുകൾ അതിൻ്റെ ഗുണഭോക്തൃ പരിധിയിലേക്ക് വരികയാണ്. കണക്ട് ടു വർക്ക് എന്ന രീതിയിൽ യുവജനങ്ങൾക്ക് 1000 രൂപ പ്രഖ്യാപിച്ചു. നെല്ലിൻ്റെ സംഭരണ വില, റബ്ബറിൻ്റെ താങ്ങുവില, ആശമാരുടെ ഓണറേറിയം വലിയ യുദ്ധം നടന്ന വിഷയമാണ്. അന്ന് സർക്കാരിനൊന്നും ചെയ്യാൻ കഴിയില്ല, ഇതിന് കേന്ദ്ര സർക്കാരാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് ആ സമരം ഒരു ഗുണഫലത്തിലേക്ക് എത്താത്ത നിലയിലേക്ക് പോകുന്ന വലിയ ഈ പറയുന്ന പോലെ യാതൊരു സംഭവമായും അപ്പുറത്തുമുണ്ടായില്ല ഇപ്പുറത്തുമുണ്ടായില്ല. അതുപോലെയുള്ള ബലം പിടുത്തത്തിന് ശേഷം ഒരു സുപ്രഭാതത്തിൽ 1000 രൂപ ഓണറേറിയം വർദ്ധിപ്പിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനെ ഒരു മിനി ബജറ്റ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് സർക്കാർ അവതരിപ്പിച്ചു എന്നത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇതിപ്പോൾ ദാ നോക്കൂ, കേരളം ജയിക്കും, UDF നയിക്കും എന്ന ക്യാമ്പയിൻ പ്രഖ്യാപിക്കപ്പെടുകയാണ്. സ്വാഭാവികമായും ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് പുത്തരിക്കണ്ടം മൈതാനത്തിലേക്ക് വലിയ മാർച്ചുമായി UDF-ന്റെ അണികൾ പോകുന്ന സമയത്ത് രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷ നേതാക്കളും എല്ലാവരും ചേർന്ന് ഒരു അവലോകന യോഗം ചേരുകയാണ്. ആ അവലോകന യോഗത്തിൽ കേരളത്തിന് എന്താണോ വേണ്ടത് എന്ന് UDF കരുതുന്നു, ആ കാര്യങ്ങൾ കൃത്യമായി രാഹുൽ ഗാന്ധിയെ ധരിപ്പിക്കുകയും അതിൻ്റെ പ്രഖ്യാപനം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയുമാണ് ചെയ്തത്. പക്ഷേ രാഹുൽ ഇന്ന് നടത്തിയ പ്രസംഗം, ഞാൻ വിചാരിക്കുന്നത് VD സതീശൻ വളരെ വികാര നിർഭരമായ വാക്കുകൾ കൊണ്ടാണ് പുത്തരിക്കണ്ടത്ത് അവിടെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന UDF അണികളെ അഭിസംബോധന ചെയ്തത്. അദ്ദേഹത്തിന് കണ്ണു നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ചില ആശയങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒരു പുതിയ കേരള മോഡൽ, അത് ഏത് കോർപ്പറേറ്റ് സംവിധാനത്തെയും വെല്ലുന്ന തരത്തിലുള്ള ഒരു പുതിയ കേരള മോഡൽ തന്നെയാണ് പ്രഖ്യാപിക്കപ്പെടുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടീം UDF ആണ് ഇതിനെ നയിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ VD സതീശൻ ഞങ്ങൾ പ്രതിപക്ഷമല്ല, അധികാരത്തിലേക്ക് വരാൻ പോകുന്ന മുന്നണിയാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. നവകേരളം എന്ന സംസ്ഥാന സർക്കാർ കുറേ നാളുകൾക്ക് മുൻപ് പ്രളയശേഷം തന്നെ മുന്നോട്ട് വെച്ച ഒരു കാഴ്ചപ്പാടാണ് നവകേരളം. അതിന് ഒരു പുതിയ കേരള മാതൃക മുന്നോട്ട് വെക്കുമെന്ന് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പക്ഷേ കൃത്യമായി എവിടെയാണോ ചെന്ന് തൊടേണ്ടത് ആ നിലയ്ക്ക് പറഞ്ഞു വെച്ച ഒരിടത്താണ് രാഹുൽ ഗാന്ധി പ്രസംഗിക്കാൻ വരുന്നത്. കേരളത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കേരള ജനതയെ കേരള രാഷ്ട്രീയത്തെ അഡ്രസ്സ് ചെയ്യാൻ വരുമ്പോൾ എത്രത്തോളം ഒരു പ്രിസൈസ് ആയിരിക്കണമോ എന്ന കാര്യത്തിൽ രാഹുലിൻ്റെ പ്രസംഗം ആ നിലയ്ക്ക് പരുവപ്പെട്ടതല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ദേശീയ രാഷ്ട്രീയത്തിലാണ് തുടങ്ങിയത്. അത് വളരെ വിപുലമായ രീതിയിൽ വളരെ വിശാലമായി പോയതിനു ശേഷം മോദിയിലേക്ക് കേന്ദ്രീകരിക്കുന്നു. മോദിയിലേക്ക് കേന്ദ്രീകരിച്ചതിന് ശേഷം നേരത്തെ സ്മൃതി മാഡം പറഞ്ഞതുപോലെ ട്രംപ് മോദി എന്ന ആ നിലയ്ക്കുള്ളൊരു ബന്ധമാണ് ഇവിടെ മോദി പിണറായി എന്ന നിലയ്ക്ക് പരിവർത്തനപ്പെടുന്നത് എന്ന് പറയുന്നു. അതിനുശേഷം മുഖ്യമന്ത്രിക്കെതിരായ ആരോപണം ഉന്നയിക്കുന്നു. മുഖ്യമന്ത്രി എന്തുകൊണ്ട് നിയമപരമായി കേന്ദ്ര സർക്കാരും ദേശീയ അന്വേഷണ ഏജൻസികളും നേരിടുന്നില്ല എന്നൊരു ചോദ്യം ആദ്യമായല്ല രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് പറയുന്നത്. ഇതിനു മുൻപും ആ ചോദ്യം രാഹുൽ ഗാന്ധി ഉന്നയിച്ചിട്ടുണ്ട്. വലിയ വിമർശനം LDF-ന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. നോക്കൂ, നമ്മൾ ഇപ്പോൾ ഡൽഹി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തൊട്ട് മുൻപ് അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് ഉണ്ടായ സമയത്ത് രാഹുൽ ഗാന്ധി അതിനെ ശക്തിയുക്തം എതിർത്ത ഒരാളാണ്. അപ്പോൾ അങ്ങനെ പ്രതിപക്ഷ ചേരിയിൽ നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയുടെ അറസ്റ്റും രാഷ്ട്രീയ വേട്ടയും ഉണ്ടാകുമ്പോൾ അതിനെ നേരിടാൻ നിന്ന് പ്രതിപക്ഷത്തിന് ചുക്കാൻ പിടിച്ച ഒരാൾ ഇവിടെ വന്നൊരു പ്രതിപക്ഷ നേതാവിനെ എന്തുകൊണ്ട് ഡൽഹിയിൽ കോൺഗ്രസ് ആണ് അരവിന്ദ് കെജ്രിവാളിനെതിരെ കുടുക്കിയത്. ഗവർണർ ആ സമയത്ത് ആദ്യമായി വാർത്താ സമ്മേളനം കേസ് കൊടുക്കുന്നത് കോൺഗ്രസ് ആണ്. ഈ നിലയ്ക്കാണ് അത് മുന്നോട്ട് വെച്ചത്. പക്ഷേ അന്ന് കോൺഗ്രസ് ഉന്നയിച്ച വിഷയം അതായിരുന്നില്ല. ആ സമയമാണ് കോൺഗ്രസ് ഒന്നു ചേർന്ന് നിൽക്കാനുള്ള കാരണം. അതായത് അഴിമതി ആരോപണം ഉന്നയിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. പ്രത്യേകിച്ചും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അത് ചെയ്യും. ഒരു അഴിമതി കോൺഗ്രസ് അല്ല, അവിടുത്തെ കാര്യം അവിടെ
പറഞ്ഞോട്ടെ. ഓക്കെ. അപ്പോൾ അഴിമതി ആരോപണം ഉന്നയിക്കുന്നു. പക്ഷെ ആ തെരഞ്ഞെടുപ്പ് ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി ദേശീയ അന്വേഷണ ഏജൻസികൾ അതിനെ ഉപയോഗപ്പെടുത്തുന്നു എന്ന തോന്നലുണ്ടായപ്പോൾ കോൺഗ്രസും ആ പോരാട്ടത്തിന്റെ ഭാഗമാവുകയുമാണ് ചെയ്തത്. ഇവിടെ ഇപ്പോൾ പക്ഷെ അദ്ദേഹം അങ്ങനെ ഒരു കാര്യം രണ്ടാമത് ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായും ആ തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാകും. ഇതിനു മുൻപ് ആ വിമർശനം കേൾക്കുകയും ചെയ്ത ഒന്നാണ്. ഞാൻ വിചാരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ വികസനത്തിനും ക്ഷേമത്തിനും ഒക്കെ വലിയ ചർച്ചയും ഇടവുമുള്ള മണ്ണാണ് കേരളമെങ്കിലും അതുപോലെ തന്നെ രാഷ്ട്രീയ വിഷയങ്ങളിൽ വോട്ട് ചെയ്യാൻ ഉതകുന്ന തരത്തിൽ പരുവപ്പെട്ടൊരു മനസ്സാണ് കേരളത്തിൻ്റെത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. രാഷ്ട്രീയ വിഷയങ്ങൾ ഏറെയുണ്ട്. ശബരിമല വിഷയമുണ്ട്, അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട വിഷയമുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിനുമായി ബന്ധപ്പെട്ട വിഷയമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കത്തി നിന്നത്. ഇതിൽ വളരെ കൗതുകമുള്ളൊരു കാഴ്ച ഞാൻ ഇന്ന് കണ്ടത്, അതായത് ഏത് വിഷയം കോൺഗ്രസ് മറച്ചു വെക്കണമെന്ന് വിചാരിക്കുന്നു. 140 മണ്ഡലങ്ങളിലും രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ പ്രചാരണ വിഷയമായിരിക്കും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടാൽ കൺവെൻഷനുകൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, പ്രചാരണ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് ഉന്നയിക്കപ്പെടും. പാലക്കാട് മണ്ഡലം ആ വിഷയത്തിൽ വലിയ ചർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്യും. എന്നിട്ട് ഇന്ന് പുതുയുഗ യാത്രയുടെ സമാപന വേദിയിൽ കുറെ ടീം രാഹുൽ മാങ്കൂട്ടം, അതായത് കേരളം വീണ്ടെടുക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെയും വീണ്ടെടുക്കണമത്രേ, ഒരു പ്ലക്കാർഡ് പിടിച്ചങ്ങ് നിൽക്കുകയാണ് കുറെ ടീമുകൾ. എന്തൊരു മാനസികാവസ്ഥയും രാഷ്ട്രീയ ചിന്തയുമാണ് എന്നത് ആലോചിക്കണം. കോൺഗ്രസ് തള്ളി പറഞ്ഞ, കോൺഗ്രസ് പുറത്താക്കിയ 1-ാം ബലാത്സംഗ കേസ്, 2-ാം ബലാത്സംഗ കേസ്, 3-ാം ബലാത്സംഗ കേസ്, കേരളത്തിലെ മാധ്യമങ്ങളുടെ തലക്കെട്ട 1-ാം ലോകയുദ്ധം, 2-ാം ലോകയുദ്ധം എന്നൊക്കെ പറയുന്നത് പോലെയാണ് ആ പ്രയോഗം ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം ഒരാളിനോട് വ്യക്തിപരമായി മെസ്സേജ് അയക്കുകയും ചില പോസ്റ്റുകളുമൊക്കെ ഞാൻ കണ്ടു. കേരളത്തിലെ മാധ്യമങ്ങൾ എന്തുകൊണ്ടാണെന്ന് അല്ല, ഉള്ളതാണല്ലോ. 1-ാമത്തെ കേസ് രജിസ്റ്റർ ചെയ്തു, 2-ാമത്തെ കേസ് രജിസ്റ്റർ ചെയ്തു, 3-ാമത്തെ കേസ് രജിസ്റ്റർ ചെയ്തു. ആ നിലയ്ക്ക് ഉള്ള ഒരാളെ കേരളം UDF വീണ്ടെടുക്കുന്നതിൻ്റെ കൂടെ വീണ്ടെടുക്കണമെന്ന് പ്ലക്കാർഡ് ഉയർത്തിപ്പിടിച്ച ഒരു രാഷ്ട്രീയ വേദിയിൽ നിൽക്കാൻ കഴിഞ്ഞ UDF-നെ അല്ല പറയുന്നത്, പക്ഷെ ആ രാഷ്ട്രീയ വേദിയിൽ നിൽക്കാൻ കഴിയുന്ന ആത്മാർത്ഥതയുള്ള സിംഹങ്ങളെ നമിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് രാഷ്ട്രീയം ചർച്ച ചെയ്ത് പോകാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. പിന്നെ എവിടെ നിന്ന് പണം കണ്ടെത്തും എന്ന ചോദ്യമൊക്കെ വളരെ നിഷ്കളങ്കമാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് മുഖ്യമന്ത്രി ഇത്രയും വലിയ പ്രഖ്യാപനങ്ങൾ, മിനി ബജറ്റ്, കേരളത്തിന്റെ ഒരു ബജറ്റിന്റെ പകുതി വേണമെങ്കിൽ ക്ഷേമ പദ്ധതികൾക്ക് മാറ്റിവെക്കുന്ന തുകകളുടെ പകുതി ആവശ്യമുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയപ്പോൾ ഇവിടെ ആരും ഞാൻ ചോദിച്ചു കേട്ടില്ല ഇതിനുവേണ്ടി എവിടെ നിന്നാണ് പണം കണ്ടെത്തുക എന്ന് പറയുന്നത്. മുൻപൊരു ബജറ്റിന്റെ സമയത്ത് കേരളത്തിന്റെ ധനമന്ത്രി പറഞ്ഞു കടമെടുത്തും കരുതൽ എന്നുള്ളത്. അതൊരു ചേരിക്ക് മാത്രം അവകാശപ്പെട്ടതല്ല, ഒരു പക്ഷേ കൂടുതൽ പ്രതിപക്ഷ നേതാവ് ചോദിച്ചതാണത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചോദിച്ചതാണ്. ഇന്നത്തെ പരിപാടിയിൽ KC വേണുഗോപാൽ പറഞ്ഞു തവണയാണ് ഇടപെടുന്നത്. ശരി, അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാമെന്നുള്ളതാണ്. ഒരു ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞത് കടമെടുത്തും കരുതൽ എന്നുള്ളതാണ്. അപ്പോൾ ആ നിലയ്ക്ക് വേണമെങ്കിൽ ഏത് സർക്കാരുകൾക്കും ആകാം. ഇപ്പൊ കിഫ്ബി പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ പുതിയതായി ഈ ഔട്ട് ഓഫ് ദി ബജറ്റ് എന്ന് പറയുന്ന ഒരു പ്രഖ്യാപനം ഉണ്ടായി. എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് സ്വാഭാവികമായി ഇവിടെ ചോദിച്ചു. കാരണം വരവും ചെലവുമാണ് ബജറ്റ്. വരവിലില്ലാത്തത് എങ്ങനെയാണ് കണ്ടെത്തുക? എന്നിട്ട് കൊടുക്കേണ്ടത് ബജറ്റിൽ നിന്നല്ലേ എന്ന് ചോദിച്ചു. അല്ല, കൊടുക്കേണ്ടത് ബജറ്റിൽ നിന്നല്ലേ എന്ന് അന്ന് ചോദിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാ പദ്ധതികളും ഏത് സാമ്പത്തിക നയവും തീരുമാനിക്കുന്ന സമയത്ത് സ്വാഭാവികമായി വിമർശനങ്ങൾ ഉണ്ടാകും. അത് പ്ലാൻ ചെയ്യുന്ന ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു കാഴ്ചപ്പാട് ഒരു പക്ഷേ ഉണ്ടായിരിക്കും. നമ്മൾ അതിനെ തുടക്കത്തിൽ തള്ളി പറയേണ്ട സാഹചര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ക്ഷേമ പദ്ധതികളൊക്കെ വലിയ തോതിൽ പ്രഖ്യാപിച്ചിട്ട് ഇടുക്കിയിൽ ഉടുമ്പൻചോല MLA ചോദിച്ച ചോദ്യം നമുക്ക് ഓർമ്മയുണ്ടല്ലോ. പെൻഷൻ വാങ്ങി ശാപ്പിട്ടിട്ട് എന്നായിരുന്നു ആ പരാമർശം. ഞങ്ങൾക്ക് വോട്ട് ചെയ്തില്ലേ എന്ന്. അപ്പം ഞങ്ങൾ ഇതൊക്കെ ശാപ്പിടാൻ നൽകുന്നത് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നൊരു തുറന്ന പ്രഖ്യാപനം ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അത്ഭുതത്തോടു കൂടിയാണ് കേട്ടോ ഞാനന്ന് നോക്കിക്കണ്ടത്. മണ്ണാർക്കാട് ഇപ്പം ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ഇന്നലെ വലിയൊരു പരാമർശമുണ്ടായി. തറവാട്ടിൽപ്പെടുന്ന സ്ത്രീകൾക്ക് ഇനി ഏരിയ കമ്മിറ്റി ഓഫീസിൽ ചെല്ലാമത്രേ. അപ്പം ഒന്നുകിൽ ഇത്രയും നാളും അവിടെ ചെന്ന സ്ത്രീകൾ തറവാട്ടിൽ പറഞ്ഞവരല്ല, അവരെ മോശപ്പെട്ട ആളുകളായതുകൊണ്ട്, അവർക്ക് ഈ പറയുന്ന ഒരു മാടമ്പ്യ സ്വഭാവം അവകാശപ്പെടാനില്ലാത്തത് കൊണ്ട്, അവർക്ക് മോശക്കാരായതുകൊണ്ട് ഏരിയ കമ്മിറ്റി ഓഫീസിൽ ചെല്ലാമെന്നാണോ? അതോ ഇനി ഈ കോൺഗ്രസ് ഏരിയ കമ്മിറ്റി ഓഫീസിൽ സ്ത്രീകൾക്ക് കയറാൻ ചെല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ തറവാട്ടിലുള്ള സ്ത്രീകളെ അങ്ങോട്ട് ഇതുവരെ പറഞ്ഞു വിട്ടിട്ടില്ല എന്നാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ നിലയ്ക്ക് രാഷ്ട്രീയം സംസാരിക്കുന്ന നിലയ്ക്ക് നേരത്തെ സ്മൃതിപാഠം പറഞ്ഞതുപോലെ കുറച്ചൊക്കെ നീതിയും ന്യായവും കുറച്ച് സാമൂഹ്യ പ്രതിബദ്ധതയും കുറച്ചൊക്കെ അന്തസ്സോടെയും ഒക്കെയുള്ള രാഷ്ട്രീയ പ്രവർത്തനം ഈ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പ്രത്യേകിച്ച് വടകര തെരഞ്ഞെടുപ്പ് മുതൽ ഇങ്ങോട്ട് മുഴുവൻ തെരഞ്ഞെടുപ്പുകളിലും ഉപതെരഞ്ഞെടുപ്പുകളിലും കേരളത്തിൽ ഏറ്റവും കൂടുതൽ പയറ്റിയ രാഷ്ട്രീയം എന്ന് പറയുന്നത് സാമുദായിക രാഷ്ട്രീയവും വിഘടന രാഷ്ട്രീയവുമാണ്. ആ നിലയ്ക്ക് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെടുമ്പോൾ പോകരുത് എന്ന ആത്മാർത്ഥമായ ഒരു ജനാധിപത്യ വിശ്വാസി എന്ന നിലയ്ക്ക് എനിക്ക് ആഗ്രഹമുണ്ട്. മുന്നണി യുദ്ധങ്ങളിൽ അത് എത്രത്തോളം പാലിക്കപ്പെടുമെന്ന സംശയമുണ്ടെങ്കിലും. ഓക്കെ, Meet the editors.